അമൃത മിസ്സാണ്. അപ്പൊ എല്ലാ കുഞ്ഞു സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയോ അല്ലേ? സ്കൂളിൽ പോകുമ്പോ എന്നും രാവിലെ അല്ലേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ പോകുന്നേ? രാവിലത്തെ ഫുഡാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വേണം പോവാൻ. അപ്പൊ രാവിലെ നമുക്ക് എന്തൊക്കെ ഫുഡാ കഴിക്കാൻ കിട്ടാറ്? ദോശ കഴിക്കാൻ കിട്ടാറുണ്ട് അല്ലേ? ദോശ കഴിക്കാറുണ്ട്, ഇഡ്ഡലി കഴിക്കാറുണ്ട്, പിന്നെ എന്തൊക്കെയാ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്, ഉപ്പുമാവ് കഴിക്കുന്നവരുണ്ട് അല്ലേ? ചപ്പാത്തി, പത്തിരി, നൂൽപുട്ട്, അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുന്നുണ്ട്. നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിലൊക്കെ തന്നെ മാത്സ് ഒളിഞ്ഞിരിപ്പുണ്ട്. ശരിയല്ലേ മിസ് പറഞ്ഞു? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ കഴിക്കുന്ന ഫുഡിലൊക്കെ എന്തുണ്ട്? മാത്സ് ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവിടെ നോക്കിയേ, ഇവിടെ 3 ഫുഡ് ഐറ്റത്തിന്റെ ചിത്രം മിസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഡോണറ്റ്, നമ്മൾ ഡോണറ്റ് കഴിച്ചിട്ടുണ്ടോ? നല്ല രസമല്ലേ കഴിക്കാൻ വേണ്ടി, ചോക്ലേറ്റ് ഒക്കെ ആയിട്ട്. അതേപോലെ പിസ്സ അല്ലേ, നമ്മൾ ഒരുപാട് പരസ്യത്തിലൊക്കെ കാണുന്നതാണ് ഈ പിസ്സ. ഈ പിസ്സയുടെ ഷേപ്പ്, ബിസ്ക്കറ്റ്സിന്റെ ഷേപ്പ്, നമ്മൾ കഴിക്കുന്ന ദോശയുടെ ഷേപ്പ്, ചപ്പാത്തിയുടെ ഷേപ്പ്, ഇതൊക്കെ എന്ത് ഷേപ്പിലായിരിക്കുന്നേ? ഒരു വട്ടമാണല്ലേ? ഇവരൊക്കെ ഒരു വട്ടമാണ്, വൃത്തമാണ്, അല്ലെങ്കിൽ സർക്കിൾ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇത് മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഷേപ്പാണ്. ഇനി എൻ്റെ മക്കള് വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ഷേപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കാനുണ്ട്. അപ്പൊ മക്കൾ കഴിക്കുന്ന ഫുഡിൽ എന്തുണ്ട്? ഈ മാത്സ് ഉണ്ട്, ഈ സർക്കിൾ ഷേപ്പ് ഉണ്ട്. അടിപൊളിയല്ലേ? അപ്പൊ നമ്മൾ സർക്കിൾ ഷേപ്പിലുള്ള സാധനങ്ങൾ മാത്രമാണോ മക്കളെ കഴിക്കുന്നേ? ആണോ? ഇനിയിപ്പോ സർക്കിൾ ഷേപ്പിൽ ഇതേപോലത്തെ ബിസ്ക്കറ്റ് അല്ല, വേറെ ഷേപ്പിലും ബിസ്ക്കറ്റ് ഇരിപ്പില്ലേ? ഇതാ ഇവിടെ നോക്കിയേ, ഇതൊരു ബിസ്ക്കറ്റ് അല്ലേ? ഇങ്ങനത്തെ ബിസ്ക്കറ്റ് നമ്മൾ കഴിക്കാറില്ലേ? എന്താണ് 50-50 ബിസ്ക്കറ്റ് അല്ലേ? 50-50. അതേപോലെ ഒരുപാട് വേറെ വേറെ ബിസ്ക്കറ്റുകളുണ്ട്, ഒക്കെ ഈ ഷേപ്പിലുള്ള ബിസ്ക്കറ്റുകളുണ്ട് അല്ലേ? നമ്മൾ കഴിക്കുന്ന ബ്രെഡ്, ബ്രെഡിൽ ജാമൊക്കെ തേച്ച് നമുക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ? ബ്രെഡിന്റെ ഷേപ്പ് എന്തുവാ? കണ്ടോ? അതേപോലെ നമ്മൾ കഴിക്കുന്ന ചോക്ലേറ്റിന്റെ ഒരു കഷ്ണം, ഒരു ഡയറി മിൽക്ക് ഒക്കെ ഫുള്ള് വാങ്ങിയാൽ നമുക്കൊരു ചെറിയ പീസല്ലേ കിട്ടത്തുള്ളൂ. ആ പീസിന്റെ ഷേപ്പ് എന്തുവാ? ഇതൊക്കെ ഏത് ഷേപ്പിലാ? ഒരു ഇങ്ങനെയുള്ള ഷേപ്പാണല്ലേ? ഇതിന് പറയുന്ന പേരാണ് സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ് എന്ന് പറയും. അപ്പൊ സ്ക്വയർ ഷേപ്പിലും ഒരുപാട് സാധനങ്ങൾ നമുക്ക് കഴിക്കാനുണ്ട്. ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. കറക്റ്റ് അല്ലേ? അപ്പൊ ഇത് ഇത്ര ഷേപ്പിലുള്ള സാധനം മാത്രമാണോ നമ്മൾ കഴിക്കുന്നേ? അല്ല 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 അതെ. ഇവിടെ നോക്ക, നമ്മളൊരു വാട്ടർ മെലോൺ, അതായത് നമ്മളുടെ തണ്ണിമത്തൻ, നമ്മൾ വത്തക്ക എന്നൊക്കെ പറയും. ഇത് നമുക്ക് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ ഈ ഒരു കഷ്ണത്തിൽ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ കിട്ടിയ ഈ ഷേപ്പിന്റെ പേരെന്താ? ഈ ഷേപ്പിന്റെ പേരെന്താ? ട്രയാങ്കിൾ, ത്രികോണം അല്ലേ? ത്രികോണം. അതായത് നമ്മുടെ സാൻഡ്വിച്ചിന്റെ ഷേപ്പ് എന്തുവാ? ത്രികോണമാണ്. നാച്ചോസ് ഇല്ലേ, ചില ചിപ്സുകൾ, ബിങ്കോ, അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കഴിക്കാൻ പാടില്ലാത്ത ഫുഡാണ്. എന്നാലും നമ്മൾ കഴിക്കുമ്പോൾ അതിന്റെ ഷേപ്പ് എന്താ? ചിലത് ട്രയാങ്കിൾ ഷേപ്പാണ്. ചില ബിസ്ക്കറ്റിന്റെ ഷേപ്പ് എന്താണ്? ട്രയാങ്കിൾ ആണ്. സമൂസ നമുക്ക് ഇഷ്ടമുള്ള സാധനം അല്ലെ? സമൂസയുടെ ഷേപ്പ് എന്താണ്? ട്രയാങ്കിൾ അല്ലേ? അപ്പൊ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ഫുഡിൽ മാത്രമാണോ മാത്സ്? അല്ല, എല്ലായിടത്തും മാത്സ് ഉണ്ട്, എല്ലായിടത്തും ഷേപ്പുകൾ ഉണ്ട്. പക്ഷെ ഫുഡിലും ഷേപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ് കാര്യം. ഓക്കെ, ഇനി അടുത്ത നോക്കുക, കോഴിമുട്ടയുടെ ഷേപ്പ്. അല്ലെങ്കിൽ കിവി, ഒരു ഫ്രൂട്ടാണ് കിവി. നമ്മൾ കഴിച്ചിട്ടുണ്ടാവുമല്ലോ, ഇപ്പൊ ഒക്കെ എല്ലാവരും കിവിയുടെ ജ്യൂസ്, കിവിയൊക്കെ കഴിക്കാറുണ്ട്, നമുക്ക് നാട്ടിലൊക്കെ കിട്ടാറുണ്ട് അല്ലേ? ഈ കിവി എന്ന് പറയുന്ന ഈ ഫ്രൂട്ട് മുറിച്ചാൽ അവക്കാഡോ ഇല്ലേ, ബട്ടർ എന്താ പറയാ, ബട്ടർ ഫ്രൂട്ട്, ഇതിന്റെ ഒക്കെ ഉള്ളിൽ മുറിച്ചാൽ എങ്ങനെയാ? ഇങ്ങനെ ഒരു ഷേപ്പാ. ഇതിന്റെ പേരാണ് ഓവൽ ഷേപ്പ്. ഓവൽ ഷേപ്പ് എന്നാണ് പറയാ. ഈ ബ്രെഡ് നോക്കിയേ, മുറിക്കാതെ നമുക്ക് കിട്ടുന്ന ഈ ബ്രെഡ് ഇല്ലേ, ക്രീം ബന്ന്, എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ, ക്രീം ബന്ന്, ഉള്ളിൽ ക്രീമൊക്കെ ആയിട്ട്. അതിന്റെ ഷേപ്പ് ഒക്കെ എന്താ? ഓവൽ ഷേപ്പാണ്. എന്താണ് ഷേപ്പിന്റെ പേര്? ഓവൽ. ഓവൽ ഷേപ്പാണത്. കഴിഞ്ഞോ? ഇല്ല അല്ലെ? വേറെയും കുറേ ഷേപ്പുകൾ കണ്ടോ. ഇവിടെ ഹാർട്ടിന്റെ ഷേപ്പ് ഇരിപ്പുണ്ട്, ഇതൊരു സ്റ്റാറിന്റെ ഷേപ്പാണ് അല്ലേ? അപ്പൊ നമുക്ക് ചുറ്റും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പുകൾ ഉണ്ട്. ഈ ഷേപ്പിലൊക്കെ എന്തും ഉണ്ട്? ഫുഡ് ഐറ്റംസും ഉണ്ട് അല്ലേ? ഇനി അടുത്ത ദിവസം എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് നോക്കുക, ഇത് ഏതാ ഷേപ്പ്, എന്നിട്ട് പറയാം അമ്മയോടോ അച്ഛനോടോ. നമുക്ക് പറയാം, ഇത് ഇന്ന ഷേപ്പാണ്, ഇത് മാത്സ് ആണ് എന്ന് ഭയങ്കര അടിപൊളിയായിട്ട് പറയാം. നമുക്ക് പഠിച്ചൊരു കാര്യമല്ലേ? അടിപൊളിയല്ലേ? അപ്പൊ അടുത്ത ദിവസം മുതൽ ഫുഡ് കഴിക്കുമ്പോൾ എന്തായാലും ഒന്ന് നോക്കുക നിങ്ങൾ ഏത് ഷേപ്പിലുള്ള ഫുഡാ കഴിക്കുന്നത്. ഓക്കെ, അപ്പൊ കുഞ്ഞു സുന്ദരന്മാർ സുന്ദരികളും ചെയ്യുമല്ലോ അല്ലെ? സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്, ബൈ.